കായംകുളം മിലാദ് ഇ ഷരീഫ് കോളേജ് തൊഴിൽമേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ നേരിട്ട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ മേളയിൽ വിവിധ പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുത്തു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അഭിമുഖങ്ങളിലും കരിയർ മാർഗനിർദ്ദേശ പരിപാടികളിലും സജീവമായി പങ്കാളികളായി. KDI-SC വിജ്ഞാന കേരളവുമായി സഹകരിച്ച് കോളേജിന്റെ പ്ലേസ്മെന്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഇന്റർവ്യൂ റെഡിനെസ് സെക്ഷനുകൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ, സ്ഥാപനങ്ങളുമായുള്ള നേരിട്ടുള്ള അഭിമുഖങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി. തൊഴിൽമേള വിദ്യാർത്ഥികൾക്ക് തൊഴിൽ വിപണിയിലെ പുതിയ സാധ്യതകൾ പരിചയപ്പെടാനും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുമുള്ള വേദിയായി. പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് മാനേജരായ അൽഹാജ് PA ഹിലാൽ ബാബു നിർവഹിച്ചു. സ്വാഗതം നൽകിക്കൊണ്ടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഇത്രയും ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മാനേജർ ഇവിടെ എത്തുകയും നമ്മളോടൊപ്പം സഹകരിക്കുകയും ചെയ്തതിനുള്ള നന്ദിയും കടമയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം KDISC വിജ്ഞാന കേരളം അഡ്വൈസറും മുൻ ധനകാര്യമന്ത്രിയുമായ തോമസ് ഐസക് മുഖ്യാതിഥിയായി പങ്കെടുത്തു. 1968 കേരളത്തിലെ മുൻ മന്ത്രിയായിരുന്ന PK കുഞ്ഞുസാഹിബാണ് കോളേജ് ആരംഭിച്ചത്. കേരളത്തിൽ ലോട്ടറി പദ്ധതി ആരംഭിച്ച മന്ത്രിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇപ്പോൾ കോളേജിന്റെ മാനേജരായ അൽഹാജ് PA ഹിലാൽ ബാബുവിന്റെ നേതൃത്വത്തിൽ അക്കാദമിക നിലവാരം കൂടുതൽ ഉയർത്തുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും വിദ്യാർത്ഥി കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.